ഇനി നമ്മുടെ വിഷയം പോകുന്നത് 5ാമത്തെ ലെവലിലേക്ക്, ഉപനിഷത്തിൻ്റെ ലെവലിലേക്ക്. യഥാർത്ഥത്തിൽ ഉപനിഷത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ്റെ മനസ്സ്, ശരീരം, ചിന്തകൾ, പിന്നെ പരമമായ സത്യം, ജീവാത്മാവ്, പരമാത്മാവ്, പഞ്ചഭൂതങ്ങൾ, പഞ്ചപ്രാണൻ, പഞ്ചകർമ്മേന്ദ്രിയം, പഞ്ചജ്ഞാനേന്ദ്രിയം തുടങ്ങിയ അതിഗഹനമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് വിവരിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള, ഉപാസനയിലൂടെ ധ്യാനത്തിലൂടെയൊക്കെ അറിഞ്ഞ് ഉൾക്കൊണ്ട് അനുഭവിച്ചറിയേണ്ട വിഷയങ്ങളെക്കുറിച്ചാണ് ഉപനിഷത്തുക്കൾ വിവരിക്കുന്നത്. പക്ഷെ നല്ല ശ്രദ്ധയോടുകൂടി പഠിക്കുകയാണെങ്കിൽ ഉപനിഷത്തുക്കൾ വളരെയേറെ നമുക്ക് ജീവിതത്തിൽ പ്രയോജനം ചെയ്യും. ഇത് ജീവിതത്തിലെ വസ്തുതകൾ, ആ സത്യം, ധർമ്മം, നീതി, ന്യായം, നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വീക്ഷണം, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, മാർഗം, ഇങ്ങനെയുള്ളതെല്ലാം ചെറിയ 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 വരികളിലൂടെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതിഗഹനമായിട്ടുള്ള ദ്വൈതവും അദ്വൈതവുമെല്ലാം സ്വാമി വിവേകാനന്ദൻ ഇംഗ്ലണ്ടിൽ പ്രഭാഷണം നടത്തി കഴിയുമ്പോൾ ഒരു ജോൺസൺ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സ്വാമി വിവേകാനന്ദനോട് ചോദിച്ചു, അത്രേ അങ്ങ് ഭാരതീയ തത്വചിന്തകളുടെ അതിഗഹനമായിട്ടുള്ള പല കാര്യങ്ങളും പറയുകയുണ്ടായി, ഇതൊന്നും ഇംഗ്ലണ്ടുകാർക്ക് മനസ്സിലാവില്ല. ഇംഗ്ലണ്ടുകാർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ഈ ഭാരതീയ പൈതൃകത്തിൻ്റെ ഗംഭീരമായിട്ടുള്ള സന്ദേശങ്ങളൊന്ന് ലളിതമായിട്ടൊന്ന് ഏതാനും വരികളിൽ പറഞ്ഞു തരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. അത്രയും. ഇപ്പൊ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാന്നിഭൂതത. അത് കഠോപനിഷത്തിലൊരു വരിയാണ്. കാലൻ, യമധർമ്മരാജാവ് നചികേതസ് എന്നൊരു കുട്ടിയോട് പറയുന്ന അനവധി സന്ദേശങ്ങളിൽ ഒരു സന്ദേശമാണത്. ഉത്തിഷ്ഠത. നമ്മുടെ ജീവിതത്തിലെ ഏത് വ്യക്തിക്കും, ലോകത്തിലെ 700 കോടി ജനതയ്ക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു വാക്കാണ് ഉത്തിഷ്ഠത. അവിടെ ജാതിയോ മതമോ ഒന്നുമില്ല, പരമമായൊരു സത്യം. ഗ്ലോറിയസ്ലി സ്റ്റാൻഡപ്പ്. ജീവിതത്തിൽ സുഖമുണ്ട്, ദുഃഖമുണ്ട്, ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്, ലാഭമുണ്ട്, നഷ്ടമുണ്ട്, ചിരിയുണ്ട്, കരച്ചിലുണ്ട്, ഇതെല്ലാം ഉള്ളതുപോലെ തന്നെ ജനനവുമുണ്ട്, മരണവുമുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ദിവസം നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല, അടുത്ത നൂറ്റാണ്ടിൽ ഈ ദിവസവും നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കില്ല. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഗ്ലോറിയസ്ലി സ്റ്റാൻഡ്, ചൈതന്യവത്തായിട്ട് എഴുന്നേറ്റ് നിൽക്കുക, ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് ജീവിതം. ജീവിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല ജീവിതം എന്ന് പ്രത്യക്ഷമായും പരോക്ഷമായും ഉപനിഷത്തുക്കൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഉത്തിഷ്ഠത എന്ന് പറഞ്ഞാൽ ഗ്ലോറിയസ്ലി സ്റ്റാൻഡപ്പ്, ചൈതന്യവത്തായിട്ട് ഏത് പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാനുള്ള ചങ്കൂറ്റത്തോടു കൂടി മുമ്പോട്ട് പോകുക. ജാഗ്രത ഒരു വാക്കാണത്, പക്ഷേ അത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്ദേശമാണ്. ജഗത്തിലാണ് നിലനിൽക്കുന്നതെന്ന ബോധം ഉണ്ടാവുക. ജനിച്ച് നിലനിന്ന് ഇല്ലാതെയാകുന്നത് എന്തോ അതാണ് ജഗത്ത്. ആ ജഗത്തിലാണ് നിലനിൽക്കുന്നത് എന്ന ബോധം ഉണ്ടാവുന്നതിന് പറയുന്ന പേരാണ് ജാഗ്രത. ജാഗ്രത എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ച് നിലനിന്നില്ലാതെയാകേണ്ടവരാണ്. ഈ ഭൂമിയിൽ നമ്മൾ സ്ഥിരമല്ല. നമ്മൾ വി ആർ നോട്ട് പെർമനൻ്റ് ഇൻ ദിസ് വേൾഡ് എന്ന് നമുക്ക് ബോധമുണ്ടാക്കുന്നതാണ് ജാഗ്രത എന്ന വാക്കിൻ്റെ വലിയ സന്ദേശം. ഇപ്പോൾ ഒരു വാക്കിൽ ജീവിതഗന്ധിയായ അസാധാരണമായ തത്വശാസ്ത്രങ്ങൾ, ജീവിത യാഥാർത്ഥ്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ ഉള്ള രചനകളാണ് ഉപനിഷത്തുകൾ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മറ്റുള്ളവരെന്തു പറയുന്നു, അതിന് ഏത് തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകുന്നു, വിവരണങ്ങൾ നൽകുന്നു എന്ന് കേട്ട് അവരുടെയൊക്കെ ആരാധകരാവാൻ പോകുന്നതിനേക്കാൾ നല്ലത് നമ്മൾ സ്വയം നമുക്ക് ചിന്തിച്ച് പഠിക്കാൻ സാധിക്കുന്ന വിധത്തിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും സംസ്കൃതത്തിലുമുള്ള ഉപനിഷത്തുക്കൾ ലഭ്യമാണ്. ഭാരതീയ വിദ്യാഭവൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ചിന്മയ മിഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്,
ധാരാളം പബ്ലിക്കേഷൻസ് ഉപനിഷത്തുക്കളെ കൊണ്ടുവന്നിട്ടുണ്ട്, ഉപനിഷത്തുക്കൾ പ്രസിദ്ധീകരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിങ്ങൾ പഠിക്കണം. എന്ന് ആലോചിച്ച് നോക്കുക. ഉത്തിഷ്ഠത എന്ന വാക്കിൻ്റെ അർത്ഥം പറഞ്ഞു, ജാഗ്രത എന്നുള്ളതിനെ പറഞ്ഞു. പ്രാപ്യവരാന്നിബോധത, അറിവുള്ളവരിൽ നിന്ന് അറിവ് നേടി പ്രബുദ്ധരാവുക. എൻലൈറ്റൻ യുവർ സെൽഫ് ബൈ അക്വയറിംഗ് നോളജ് ഫ്രം ദി സ്കോളേഴ്സ്. അപ്പോൾ ശരിക്ക് വളരെ ഗംഭീരമായിട്ടുള്ള എന്താ ജീവാത്മാവ് എന്ന് ചോദിച്ചാൽ, യത് ചക്ഷുഷ ന പശ്യതി, കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല. യത് ശ്രോത്രേണ ന ശൃണോതി, ചെവി കൊണ്ട് കേട്ട് മനസ്സിലാക്കാൻ സാധ്യമല്ല. യത് മനസാ ന മനുതെ, മനസ്സുകൊണ്ട് മനനം ചെയ്യാൻ സാധ്യമല്ല. പക്ഷെ ഏന ശ്രോത്രമിതം ശ്രുതം, ചെവിയെ കേൾപ്പിക്കുന്ന ചൈതന്യം. ഏന ചക്ഷുംഷി പശ്യതി, കണ്ണിനെ കാണിപ്പിക്കുന്ന ചൈതന്യം. ഏനാഹുർമനോമതം, മനസ്സിനെ കൊണ്ട് മനനം ചെയ്യിപ്പിക്കുന്ന ചൈതന്യം. തദേവ ബ്രഹ്മത്വം വിദ്ധി, അതാണ് ബ്രഹ്മചൈതന്യം, അതാണ് ജീവാത്മ ചൈതന്യം, അതാണ് പരമാത്മ ചൈതന്യം എന്ന് നീ മനസ്സിലാക്കിയാലും. അപ്പൊ ശരിക്ക് നമ്മളുടെ ഉപനിഷത്തുക്കളുടെ വഴികളിലൂടെ നതത്ര സൂര്യോപാധി, ആ പരമമായ ചൈതന്യത്തിന്റെ മുമ്പിൽ സൂര്യപ്രകാശം ഒന്നുമല്ല. ന തത്ര സൂര്യോപാധി ന ചന്ദ്രതാരകം, ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും പ്രകാശം ഒന്നുമല്ല. നേമാ വിദ്യുതോപാന്തി, ഇടിമിന്നലിന്റെ പ്രകാശവും ഒന്നുമല്ല. ആ പരമമായ ചൈതന്യം തമേവ ഭാന്തം, അത് തന്നെത്താനെ പ്രകാശിക്കുന്നു. തസ്യ ഭാസ വിശ്വമിതം വിഭാതി, അതിൻ്റെ പ്രകാശം കൊണ്ട് ഈ പ്രപഞ്ചം മുഴുവനും പ്രകാശിക്കുന്നു. ശരിക്കും ഇവിടെ പ്രകാശം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് ലൈറ്റ് എന്നല്ല, ശരിക്ക് ചൈതന്യം. ആ ചൈതന്യം അത് തന്നെത്താനെ ചൈതന്യവത്താണ്, മറ്റുള്ളതിനെയും ചൈതന്യവത്താക്കുന്ന ഒരു അസാധാരണ പ്രതിഭാസമാണ് ഈശ്വരൻ, ആത്മാവ്, പരമാത്മാവ്, പരബ്രഹ്മം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ നതത്ര ചക്ഷുർഗച്ഛതി, ആ പരമമായ ചൈതന്യത്തെ കാണാൻ കണ്ണിന് സാധ്യമല്ല, കണ്ണ് അവിടം വരെ പോവില്ല. ന വാഗ്ഗച്ഛതി, വാക്കുകൊണ്ട് വിവരിക്കാൻ സാധ്യമല്ല. നോ മനഃ, മനസ്സവിടം വരെ എത്തില്ല. ന വിദ്മോ, പരമമായ ചൈതന്യത്തെക്കുറിച്ച് അറിയുന്നവർ ഈ ലോകത്തിൽ ആരും ഇല്ല. ന വിദ്മോ ന വിജാനീമോ, അറിയിക്കാൻ കഴിവുള്ളവരും ആരുമില്ല. യഥാ ഇതത് അനുശിഷ്യ, പിന്നെ ഞാൻ നിന്നെ ഇതെങ്ങനെയാ പഠിപ്പിക്കുക? ഇതേപോലെയുള്ള ആ പരമമായ ചൈതന്യത്തെക്കുറിച്ച്, അത് ജീവാത്മ പരമാത്മ ചൈതന്യത്തെക്കുറിച്ച്, പരബ്രഹ്മ ചൈതന്യത്തെക്കുറിച്ച്, സർവ ചൈതന്യത്തിനും ആധാരമായ ചൈതന്യത്തെക്കുറിച്ച് വാക്കുകൾ കൊണ്ട് ഇങ്ങനെ വിവരിച്ച് പോകുന്നത് ശരിക്കും വളരെ ഗംഭീരമാണ്, വളരെ ഗംഭീരമായിട്ടുള്ളതാണ്. നമ്മൾ ഏതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാസഹ, ഈ മനസ്സുകൊണ്ട് ഈ പരമമായ ചൈതന്യത്തെ മനനം ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. മനസ്സുകൊണ്ട് മനനം ചെയ്യാൻ സാധ്യമല്ലാത്ത ഒന്നിനെ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ആ വാക്കുകൾ അതേപോലെ തിരിച്ചു വരുന്നു എന്ന് ഋഷിമാര് പറയുന്നു. യഥാർത്ഥത്തിൽ ഉപനിഷത്തുക്കളില് അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാഗുഹായാൻ നിഹിതോസ്യ ജന്തു, അണുക്കളിൽ വെച്ച് ഏറ്റവും ചെറിയ അണുവിലും മഹത്തായതിൽ വെച്ച് ഏറ്റവും മഹത്തായ പ്രപഞ്ചത്തിലും ജീവാത്മാവിൻ്റെ രൂപത്തില് 12 ലക്ഷം തരത്തിലുള്ള ജീവജാലങ്ങളിലും 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങളിലും 80,000 തരത്തിലുള്ള വൃക്ഷങ്ങളിലും 10 ലക്ഷം തരത്തിലുള്ള സൂക്ഷ്മജീവികളിലും നിലനിൽക്കുന്ന ചൈതന്യം ഏതാണോ ആ ചൈതന്യത്തെയാണ് ഭാരതീയർ യഥാർത്ഥത്തിൽ ഈശ്വരൻ എന്ന് പറയുന്നത്. അത് എന്തിനാ അതിനെക്കുറിച്ച് പഠിക്കുന്നത്? തമക്രതു പശ്യതി വീതശോകോ ധാതു പ്രസാദാൻ മഹിമാനമീശം. അത് മനസ്സിലാക്കിയാൽ അണുക്കളിൽ വെച്ച് ഏറ്റവും ചെറിയ അണുവിലും മഹത്തായതിൽ വെച്ച് ഏറ്റവും മഹത്തായ പ്രപഞ്ചത്തിലും ജീവാത്മാവിൻ്റെ രൂപത്തിൽ സർവചരാചരങ്ങളിലും നിലനിൽക്കുന്ന ചൈതന്യം ഏതാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചാൽ ഈ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് വേവലാതിപ്പെട്ട് കരഞ്ഞ് ദുഃഖിച്ച് നമ്മൾ തളരുകയില്ല. മഹത്തായ ഒരു പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഇതൊന്നും അത്ര വലിയ കാര്യമല്ല എന്ന് ഉപനിഷത്ത് രചയിതാവായ ഋഷിവര്യന്മാർ നമുക്ക് പറഞ്ഞു തരികയാണ്. ശരിക്കും ആലോചിച്ച് നോക്കുക, പ്രായോഗിക തത്വത്തിൽ ഉപനിഷത്ത് എവിടെയാണ് നിൽക്കുന്നത്? സത്യം വദ, സത്യമേ ജീവിതത്തിൽ പറയാവൂ. സത്യം ഒന്നേ ഉള്ളൂ, നുണ അനവധിയുണ്ട്. ആ ഒന്നായിട്ടുള്ള പരമമായ സത്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ വ്യാവഹാരിക സത്യത്തെക്കുറിച്ച് അറിയാം. ഈ പാരമാർത്ഥിക സത്യവും വ്യാവഹാരിക സത്യവും അറിയാവുന്ന വ്യക്തിക്ക് അത് രണ്ടും മനസ്സിലാക്കിയാൽ ജീവിതത്തെ ധന്യമാക്കാൻ വേറെ ഒരു വിഷമവും ഇല്ല.
ഇപ്പൊ ഇവിടെ നടക്കുന്നത് മുഴുവനും നുണ പരിശോധനയാണ്. ശരിക്കും വേണ്ടിയിരുന്നത് സത്യം പരിശോധിക്കാൻ വേണ്ടത്. ഈ സത്യം പറയാത്തത് കൊണ്ടാണ് ഈ കോടതിയിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഒരു രാഷ്ട്രം ഇത്രയും അധികം തകരാൻ കാരണവും സത്യം പറയേണ്ടവർ സത്യം പറയണില്ല. ജഡ്ജിമാര് പോലും സത്യം ഏതാണെന്നറിയാതെ കഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഇതെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. ഇപ്പൊ സത്യം വധ, മക്കളെ, ഭാര്യയെ, ഭർത്താവിനെ, അച്ഛനെ, അമ്മയെ, നമ്മുടെ ബന്ധുക്കളെ, നമ്മുടെ ചുറ്റുമുള്ളവരെ സത്യം പറയാൻ പഠിപ്പിച്ചു എന്ന് വിചാരിക്കാം. ഇപ്പം ഈ അമേരിക്കയിലും ഇംഗ്ലണ്ടിലൊക്കെ പോയാൽ അങ്ങനെയാണ്. കോടതിയിൽ പോലും അവർ സത്യമേ പറയുള്ളൂ. അവർ അസത്യം പറയില്ല. വളച്ചൊടിച്ച് നുണ പറയുന്ന പ്രശ്നമില്ല. അവർ ചെറുപ്പം മുതൽ തന്നെ സത്യം പറഞ്ഞു ശീലിച്ചവരാണ്. അവർക്ക് ഈ അസത്യം, നുണ ഇത് എന്താന്ന് പോലും ഭൂരിഭാഗം ആൾക്കാർക്കും അറിയില്ല. ഇവിടെ ഭൂരിഭാഗം ആൾക്കാർക്കും സത്യം എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇതാണ് വ്യത്യാസം. അസത്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം, അവിടെ സത്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇത് അവർ സത്യം പറയുക എന്ന് പറഞ്ഞാൽ വലിയ അച്ചീവ്മെന്റ് ഒന്നുമല്ല, അതവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇവിടെ സത്യം പറയുക എന്ന് പറഞ്ഞാൽ വലിയൊരു നേട്ടമാണ്. പത്രത്തിൽ പേര് വരും, അയാൾ സത്യസന്ധനാണ് എന്നുള്ളതൊരു പേര് വരെ വരും. അപ്പോ സത്യം വധ ധർമ്മം ചര. ഓരോ വ്യക്തിക്കും ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. അമ്മയ്ക്ക് അമ്മയുടെ ധർമ്മം, മാതൃധർമ്മം, പിതൃധർമ്മം, ഭ്രാതൃധർമ്മം, ഭർത്തൃധർമ്മം, പത്നിധർമ്മം, സഹോദരധർമ്മം, അതുപോലെ ആചാര്യധർമ്മം, പൗരധർമ്മം, രാജധർമ്മം. ഇപ്പൊ ധർമ്മം ചര. ഓരോ വ്യക്തിയും ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ധാർമ്മിക വശങ്ങളുണ്ട്. അത് നമ്മൾ ധാർമ്മികമായിട്ട് തന്നെ അനുശാസിക്കണം. സത്യം വദ ധർമ്മം ചര സ്വാധ്യായാൻ മാ പ്രമദ. നിരന്തരം പഠിക്കണം, നിരന്തരം പഠിക്കണം, പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കണം. അപ്പോ സത്യാന്ന പ്രമദിതവ്യം, സത്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. ധർമാന്ന പ്രമദിതവ്യം, ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. കുശലാന്ന പ്രമദിതവ്യം, സന്തോഷകരമായി ജീവിക്കുന്നതിൽ നിന്ന് വ്യതിചലിക്കരുത്. ഭൂത്യൈന പ്രമദിതവ്യം, നല്ല സാമൂഹിക ബന്ധം സൃഷ്ടിക്കുന്നതിൽ നിന്ന് വ്യതിചലിക്കരുത്. ദേവപിതൃകാര്യാഭ്യാം ന പ്രമദിതവ്യം, ഈശ്വര പൂജ എന്ന് നടത്തണം, അതിൽ നിന്ന് വ്യതിചലിക്കരുത്. ജന്മം നൽകി വളർത്തി വലുതാക്കിയ പിതൃക്കളുടെ പൂജ, അതിൽ നിന്ന് വ്യതിചലിക്കരുത്. സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം, നിരന്തരം പഠിപ്പിക്കണം. പഠിച്ച സ്വാധ്യായ പ്രവചനം പഠിപ്പിക്കൽ, ഇത് നിരന്തരം നടത്തുന്നതിൽ നിന്ന് വ്യതിചലിക്കരുത്. മാതൃദേവോ ഭവ, അമ്മ ഈശ്വര തുല്യയായി തീരട്ടെ. പിതൃദേവോ ഭവ, അച്ഛൻ ഈശ്വര തുല്യനായി തീരട്ടെ. ആചാര്യ ദേവോ ഭവ, അതിഥി ദേവോ ഭവ, രാഷ്ട്രദേവോ ഭവ. ഇതൊരു ഉപനിഷത്തിലെ വരിയാണ്. ശരിക്കും ഉപനിഷത്തിലെ വരികൾ എത്രയാണെന്ന് ചോദിച്ചാൽ, ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന പുഞ്ചീത മാകൃതക്കസ്യ സിദ്ധനം. 108 ഉപനിഷത്തുക്കളിൽ ഒന്നാമത്തെ ഉപനിഷത്തായ ഈശാവാസ്യ ഉപനിഷത്തിലെ ഒന്നാമത്തെ മന്ത്രമാണത്, ഒന്നാമത്തെ ശ്ലോകമല്ല. ഈശാവാസ്യ ഉപനിഷത്ത് യജുർവേദത്തിന്റെ ഭാഗമാണ്, 40-ാം അധ്യായമാണ്. ശ്രീനാരായണ ഗുരുദേവൻ സമുജ്വലമായിട്ടുള്ളൊരു വ്യാഖ്യാനം ഈശാവാസ്യ ഉപനിഷത്തിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ജഗത്തിലെല്ലായിടത്തും നിലനിൽക്കുന്ന ഒരു ചൈതന്യത്തിനെയാണ് ഈശാവാസ്യമിതം സർവം എന്ന് പറയുന്നത്. പിന്നെ തദ്ദേജതി തന്നൈജതി തദ്ദൂരേ തദ്വന്തികേ തദന്തരസ്യ സർവസ്യ തതു സർവസ്യാസ്യ ബാഹ്യതഃ. അത് ചലിക്കുന്നില്ല, അത് ചലിക്കാതിരിക്കുന്നില്ല, അതങ്ങ് അകലത്തിലുണ്ട്, അത് അടുത്തുണ്ട്, അത് എല്ലാവരുടെ അകത്തുമുണ്ട്, എല്ലാവരുടെ പുറത്തുമുണ്ട്. ആ ചൈതന്യത്തെയാണ് ഭാരതീയർ ഈശ്വര ചൈതന്യം എന്ന് പറയുന്നത്. വിദ്യാം ച അവിദ്യാം ച യസ്തത് ഭേദ ഉഭയം സഹ അവിദ്യയാ മൃത്യും തീർത്വാ വിദ്യയാമൃതമശ്നുതേ. ഈശാവാസ്യ ഉപനിഷത്തിലെ തന്നെ സമുജ്വലമായിട്ടുള്ളൊരു സന്ദേശമാണ്. ഭാരതീയ പൈതൃകത്തിന്റെ ആധാരശില എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞ മന്ത്രമാണ്. അതൊരു ശ്ലോകമല്ല, മന്ത്രമാണ്. വിദ്യ എറ്റേണൽ എക്സ്പീരിയൻഷ്യൽ സ്പിരിച്വൽ നോളജ്, അവിദ്യ എക്സ്റ്റേണൽ എക്സ്പെരിമെന്റബിൾ സയന്റിഫിക് നോളജ്. അപ്പൊ അനുഭൂതിയുടെ തലത്തിലുള്ള ആത്മീയമായ അറിവിനെ വിദ്യ എന്ന് പറയുന്നു. അതുപോലെ തന്നെ പരീക്ഷണ ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൗതികമായിട്ടുള്ള അറിവുകൾ നമുക്ക് ലഭിച്ചതിനെ അവിദ്യ എന്ന് പറയുന്നു. ആ സയന്റിഫിക് നോളജ് അവിദ്യ, സ്പിരിച്വൽ നോളജ് വിദ്യ.
അവിദ്യയാ മൃത്യും തീർത്വ, സയന്റിഫിക് നോളജ് കൊണ്ട് ജീവിത ദുഃഖങ്ങളെ അതിജീവിച്ച് വിദ്യയാ അമൃതമശ്നുതേ, വിദ്യ കൊണ്ട് അമരത്വത്തെ പ്രാപിക്കാം. ഇത് ഉപനിഷത്തിലെ സന്ദേശമാണ്. അതിന് തൊട്ടു മുമ്പ് പറയുന്ന സന്ദേശം നോക്കാം. അന്ധം തമ പ്രവിശന്തി ഏ അവിദ്യാമുപാസതേ തതോ ഭൂയ യുവതേ തമോ യവു വിദ്യായാം രതാഹ. ആരാണോ ഈശ്വര ഉപാസന കൊണ്ട് മാത്രം മാനവരാശിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നത്, ആരാണോ ഈശ്വര ഉപാസന കൊണ്ട് മാത്രം ആത്മീയത കൊണ്ട് മാത്രം മാനവരാശിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നത്, അയാള് അന്ധം തമഹ പ്രവിശന്തി, അയാളല്ല അവരാണ്, പ്രവിശന്തി പ്ലൂരലാണ്, അവർ കണ്ണ് കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്ക് സ്വയം നയിക്കപ്പെടുന്നു. തതോ ഭൂയ യുവതേ തമോ യവു വിദ്യായാം രതാഹ. ശാസ്ത്രത്തിന്റെ സയൻസ് കൊണ്ട് മാനവരാശിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുമെന്ന്, പ്യുവർലി സയൻസ് ഈസ് ഇനഫ് ഫോർ സോൾവിങ് ഓൾ ദ ഹ്യൂമൻ പ്രോബ്ലം. ഹുംസോ എവർ ആർ തിങ്കിങ് ദാറ്റ് ഓർ ഹുംസോ എവർ ഈസ് തിങ്കിങ് ദാറ്റ്, ആരാണോ അത് വിചാരിക്കുന്നത്, തതോ ഭൂയ, അവരും കണ്ണു കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്ക് സ്വയം നയിക്കപ്പെടുന്നു. ഈശാവാസ്യോപനിഷത്തിലെ 18 മന്ത്രങ്ങളും സൂപ്പർ മന്ത്രങ്ങളാണ്. ഹിരൺമയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം തത്വം പൂഷന്നപാവൃണോ സത്യധർമായ ദൃഷ്ടയെ. സ്വർണ്ണ നിറത്തിലുള്ള പാത്രം കൊണ്ട് സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും സർഫസ് കവർ ചെയ്തിരിക്കുന്നു. ആ സത്യവും ധർമ്മവും കാണണമെങ്കിൽ ആ കവർ എടുത്ത് മാറ്റണം. ഹിരൺമയേന പാത്രേണ സത്യസ്യ, സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൂത്ത്, ഫാക്ട്, എസൻസ്. ആ ട്രൂത്ത്, ഫാക്ട്, എസൻസിനെയാണ് നമ്മൾ സത്യം എന്ന് പറയുക. അതിൻ്റെ സർഫസ് സ്വർണ്ണ നിറത്തിലുള്ള ഒരു പാത്രം കൊണ്ട് മൂടിയിരിക്കുന്നു. ദൂരെ നിന്ന് നോക്കുമ്പോൾ നല്ല തിളക്കം കാണാം. അത് സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും തിളക്കമല്ല, അത് കവറിൻ്റെ തിളക്കാണ്. അപ്പോൾ ആ കവറിനകത്തുള്ള സത്യം എന്താണെന്ന് കാണണമെങ്കിൽ തത് ത്വം പൂഷന്നപാവൃണു, നിങ്ങൾ ആ കവറെടുത്ത് മാറ്റണം. ഈ കവറെടുത്ത് മാറ്റണം എന്ന് ഈശാവാസ്യോപനിഷത്തിൽ BC 4000 പറഞ്ഞിരിക്കുന്നത്. ഇന്ന് സയൻസിലും അതേ വാക്ക് തന്നെയാണ്. അകത്തുള്ളത് എന്താണെന്ന് നമ്മൾ ഇറങ്ങിച്ചെന്നറിയുന്ന വാക്കിന് എന്താ നമ്മൾ പറയുക? കവറ് മാറ്റണം. കവറ് മാറ്റുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താ പറയുക? ഡിസ്കവർ. കവർ മാറ്റുക എന്നുള്ളതിന് എന്താ പറയുക? ഡിസ്കവർ. പൂഷന്നപാവൃണു സത്യധർമായ ദൃഷ്ടയെ. ആ സ്വർണ്ണ നിറത്തിലുള്ള പാത്രം എന്ന കവറ് എടുത്ത് മാറ്റിയാൽ സത്യവും ധർമ്മവും ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇത് ഉപനിഷത്തിലെ വരിയാണ്. എന്നിട്ട് നമ്മൾ പറയാറുണ്ട്, ആ കവറെടുത്ത് മാറ്റിയാൽ എന്താ നമുക്ക് കാണുക? ശരിക്ക് തേജോ യത്തേ രൂപം കല്യാണതമം തത്തേ പശ്യാമി യോസാവസൗ പുരുഷസ്വഹമസ്മി. ആ തേജോമയമായ രൂപം ആ കവറെടുത്ത് മാറ്റുമ്പോൾ കാണാം. ആ തേജോമയമായ രൂപം എന്താണ്? തേജോ യത്തേ രൂപം, ആ രൂപം കാണാം. കല്യാണതമം, മംഗളകരമായിട്ടുള്ള ആ രൂപം കാണാം. തത് തേ പശ്യാമി, അതിനെ ഞാനും കാണുന്നു. എന്താണ്? യോസാവസൗ പുരുഷസ്വഹമസ്മി, എന്നിൽ തന്നെ ഉള്ള ആ മഹാചൈതന്യമാണ് പുറത്തുമുള്ളത് എന്ന് ഞാൻ, അവരും ഞാനും കാണുന്നു. അപ്പൊ ശരിക്ക് അതിഗംഭീരമായിട്ടുള്ള ആ ഒരു ഉപദേശമാണ്, സന്ദേശമാണ്, ജീവിത സത്യമാണത്. പിന്നെ ശരിക്കും ശ്മശാനത്തിൽ നമുക്ക് ജപിക്കാവുന്ന 2 വേദമന്ത്രങ്ങളിൽ ഒന്ന് ഈശാവാസ്യോപനിഷത്തിൽ അഥവാ യജുർവേദത്തിലെ 17-ാമത്തെ 18-ാമത്തെ മന്ത്രമാണ് നമ്മൾ ജപിക്കാറുള്ളത്. എന്താ 17-ാമത്തെ മന്ത്രം? വായുരനിലം അമൃതമതേദം ഭസ്മാന്തം ശരീരം ഓം സ്മരകൃതോ സ്മരകൃതം സ്മരകൃതോ സ്മര. നല്ല രസ. വായുവും അഗ്നിയും അമരത്വമുള്ള ജീവചൈതന്യവും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പിതാവേ, മാതാവേ, അച്ഛൻ്റെയും അമ്മയുടെയും ഡെഡ് ബോഡി ചിതയിൽ വെച്ച് മൂത്ത മകൻ ദർഭപ്പുല്ലുകൊണ്ട് തൊട്ട് പറയേണ്ട വേദമന്ത്രാണിത്. വായുവും അഗ്നിയും അമരത്വമുള്ള ചൈതന്യവും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ശരീരം, വായുരനിലം അമൃതമതേദം ഭസ്മാന്തം ശരീരം. ഈ ശരീരം ഏതാനും നിമിഷത്തിനകം ഭസ്മമാകാൻ പോവാണ്. ഓം സ്മര കൃതോ സ്മര കൃതം സ്മര കൃതോ സ്മര. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർക്കുക, ഇപ്പം എവിടെ കിടക്കുന്നതെന്ന് ഓർക്കുക, ഇനി ഉള്ള ഭാവി കാലത്തെക്കുറിച്ച് ഓർക്കുക, ഈ ചെയ്തു കൂട്ടിയ കാര്യങ്ങളും ഓർമ്മിക്കാം.
ശരിക്ക് അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ വിറകിൻ്റെ മുകളിൽ കിടന്നപ്പോൾ അച്ഛൻ്റെ അച്ഛൻ ദർഭപ്പുല്ലുകൊണ്ട് തൊട്ട് ഇതേ മന്ത്രം ചൊല്ലിയതിന് ശേഷമാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. അച്ഛൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ അച്ഛനും ഇതേ മന്ത്രം ചൊല്ലിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അച്ഛൻ മരിച്ചപ്പോൾ ഞാനും ഇതേ മന്ത്രങ്ങൾ ചൊല്ലിയിട്ടാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. ഞാൻ മരിച്ച് ആ ചിതയിൽ കിടക്കുമ്പോൾ എൻ്റെ മകൻ ഹരീഷ് അവനും ഇതേ മന്ത്രം ചൊല്ലിയിട്ടായിരിക്കും എൻ്റെ ചിതയിൽ തീ കൊളുത്തുക. എന്നിട്ട് ആ തീ കത്തുമ്പോൾ തൊഴുകയ്യോടെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. മരിച്ച ആളുടെ മക്കൾ പ്രാർത്ഥിക്കാറുണ്ട്. അഗ്നേ നയസുപദാരായേ അസ്മാൻ വിശ്വാനി ദേവ വയുനാനി വിദ്വാൻ ജുഹുരജു അണമേനോ ഭൂയിഷ്ടാം തേ നമ ഉക്തിം വദേമ. അഗ്നേ, ഈ അച്ഛൻ്റെ അമ്മയുടെ ജീവാത്മാവിനെ നല്ല വഴിയിലൂടെ നയിക്കണമേ. തിന്മ നിറഞ്ഞ വഴിയിലൂടെ നയിക്കാതെ ധന്യമായ ഒരു പ്രയാണം ഈ ആത്മാവിന് സാധിക്കണമേ എന്ന് അഗ്നിയോട് പ്രാർത്ഥിക്കുന്ന ഒരു മന്ത്രാണത്. നല്ല ഗംഭീര. അതിനെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ കരഞ്ഞു പോകും. ഈ ഉപനിഷത്തുക്കള് നമ്മുടെ ജീവിതത്തിൻ്റെ അന്തസത്തയാണ് നമുക്ക് തരുന്നത്. ശരിക്കും ഗഹനമായിട്ട് പണി. പിന്നെ ഉപനിഷത്തുക്കൾ വായിക്കുമ്പോൾ ചില സാധാരണക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഉപനിഷത്ത് സാധാരണക്കാർക്കല്ല എന്ന് നമ്മൾ പറയുക. പക്ഷെ ഈ ഉപനിഷത്തിലെ സന്ദേശമാണ് ഭഗവത്ഗീതയിൽ കൊടുത്തിരിക്കുന്നത്. സർവോപനിഷദോ ഗാവോ ദോഗ്ധ ഗോപാലനന്ദന എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഉപനിഷത്തുക്കളും ചേർത്ത് അതൊരു പശുവാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ പശുവിൽ നിന്ന് കറന്നെടുത്ത സന്ദേശമാണ് ഭഗവത്ഗീത. ക്രൈസിസിൽ അർജുനന് വിവരിച്ചു കൊടുത്തതാണ് ആ ഭഗവത്ഗീത. അപ്പോൾ ഭഗവത്ഗീത പഠിച്ചാലും മതി. പ്രത്യേകിച്ച് പറയുമ്പോൾ 2-ാം അധ്യായവും 3-ാം അധ്യായവും ജ്ഞാനയോഗവും കർമ്മയോഗവും പഠിക്കുക. സാധിക്കുമെങ്കിൽ 12-ാമത്തെ അധ്യായം പഠിക്കുക. ഭക്തിയോഗവും കൂടി ചേർത്താൽ വളരെ ഗംഭീരമായിരിക്കും. ഈ ഉപനിഷത്തുക്കൾ എന്ന് പറയുന്നത് പുരാണങ്ങള്, അതിനകത്തുള്ള അസുരന്മാരുടെയും രാക്ഷസന്മാരുടെയും ദേവന്മാരുടെയും മനുഷ്യരുടെയും രാജാക്കന്മാരുടെയും ഋഷിമാരുടെയും കഥകളിലൂടെ, അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ, അവർ കൊടുക്കുന്ന ഉപദേശങ്ങളിലൂടെ സാധാരണക്കാർക്ക് അവരുടെ ജീവിതം യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ ആൻഡ് മീനിങ് ആക്കാൻ സാധിക്കും. ആ കഥകളിലൂടെ അവരുടെ മനസ്സിനെയും അവരുടെ ശരീരത്തെയും കുടുംബത്തെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും സംസ്കാരത്തെയും അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ സാധിക്കും. ആ ലെവലിൽ നിന്ന് നമ്മൾ ഉയർന്നാൽ, ഒരു അപ്പർ പ്രൈമറി ലെവലിലേക്ക് ഉയർന്നാൽ, ശരിക്ക് പട്ടികളുടെയും പൂച്ചകളുടെയും മൃഗങ്ങളുടെയും കഥകൾ 60,000 ശ്ലോകത്തോളം പ്ലസ് 65,000 ശ്ലോകത്തിലൂടെ പാണ്ഡവരും കൗരവരും അവരിൽ പ്രധാനികളായ 20 പേരുടെ ജീവിതാനുഭവങ്ങളും വിവരിക്കുന്ന ലെവലാണ് 2-ാമത്തെ ലെവല്. 3-ാമത്തെ ലെവലിലേക്ക് നമ്മൾ കയറിയാൽ കഥകളില്ല, അനുഭവങ്ങൾ. ശ്രീരാമനുമായി പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ബന്ധപ്പെട്ട 20 വ്യക്തികൾ, അവർ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങൾ. ഇപ്പം ശരിക്കും അനുഭവങ്ങളും ഉപദേശങ്ങളും മാത്രമേ ഉള്ളൂ വാൽമീകി രാമായണത്തിലെ 3-ാമത്തെ ലെവല്. 2-ാമത്തെ ലെവലില് അനുഭവങ്ങൾക്കാണ് പ്രാധാന്യം. അനുഭവങ്ങളിൽ നിന്ന് കഥകളും ഉപദേശങ്ങളും. പുരാണത്തിൽ കഥകൾക്കാണ് പ്രാധാന്യം, കഥകളിൽ നിന്ന് അനുഭവങ്ങളും ഉപദേശങ്ങളും. ഇപ്പൊ കഥകള്, അനുഭവങ്ങൾ, ഉപദേശങ്ങള്. മഹാഭാരതത്തിലെത്തുമ്പോൾ ഒറിജിനൽ അനുഭവങ്ങള്, അവർക്ക് വേണ്ടി പറയുന്ന കഥകളും സന്ദേശങ്ങളുമുണ്ട്. വാൽമീകി രാമായണത്തിലെത്തുമ്പോൾ കഥകളില്ല, അനുഭവങ്ങൾ പങ്കുവെക്കുന്നവരുടെ ഉപദേശങ്ങളുണ്ട്. 4-ാമത്തെ ലെവലെത്തുമ്പോൾ വ്യക്തി അധിഷ്ഠിതമായ അനുഭവങ്ങളെ കുറിച്ച് പറയാതെ, കഥകളും പറയാതെ ശരിക്കും മാനവരാശിക്ക് ആവശ്യമായിട്ടുള്ള സന്ദേശങ്ങൾ കൊടുക്കുന്ന 4-ാമത്തെ ലെവല്. അതെല്ലാവർക്കും പ്രാപ്യമാകണമെന്നില്ല. ഇന്ന് ധാരാളം പേര് വേദം പഠിക്കുന്നുണ്ട്. നിങ്ങളും വേദം വായിക്കാൻ പഠിക്കണം. അർത്ഥം ആദ്യഘട്ടങ്ങളിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും വേദം വായിക്കാൻ പഠിക്കണം. 5-ാമത്തെ ലെവലെത്തുമ്പോൾ ഉപനിഷത്താണ്. ആ ഉപനിഷത്ത് പരമമായ സത്യത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ആ പരമമായ സത്യത്തിലൂടെ എങ്ങനെ ജീവിക്കണം. നമ്മൾ ഈ ഭൂമിയിൽ സ്ഥിരമല്ല. ഭൂമിയിലേക്ക് വരുന്ന ദിവസമുണ്ടെങ്കിൽ ഭൂമിയിൽ നിന്ന് പോകുന്ന ദിവസമുണ്ട്. നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചഭൂതങ്ങളാലാണ്. നമ്മുടെ ശരീരത്തിൽ പഞ്ചപ്രാണനുണ്ട്. നമ്മളെ നന്മയിലേക്കും തിന്മയിലേക്കും നയിക്കുന്നത് പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളാണ്. നമ്മൾ കേൾക്കുന്നത്, നമ്മൾ കാണുന്നത്, നമ്മൾ വാസനിക്കുന്നത്, നമ്മൾ സ്വാദനുഭവിക്കുന്നത്, നമ്മൾ സ്പർശന സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നതാണ് നമ്മളുടെ മനസ്സിനെ ഗൈഡ് ചെയ്യുന്നത്.
what you are listening, what you are watching, what you are smelling, what you are tasting, and what you are feeling when you are getting touched. ഇതാണ് നമ്മുടെ മനസ്സിനെ കാര്യമായിട്ട് സ്വാധീനിക്കുന്നത്. ആ മനസ്സാണ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും ഉള്ളത്. ആ മനസ്സിൽ നിന്ന് തോട്ട്സ്, മൈൻഡിൽ നിന്ന് തോട്ട്സിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആക്ഷൻ, ഇത് മൂന്നുമാണ് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കാം. നിയന്ത്രിക്കാൻ സാധിക്കാത്ത രണ്ടെണ്ണമാണ് ആക്ഷൻ്റെ റിസൾട്ടും റിവാർഡും. ഇപ്പം മൈൻഡ്, തോട്ട്സ്, ആക്ഷൻ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അതിനപ്പുറമുള്ള രണ്ടെണ്ണം നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല. ആ മനസ്സിനെക്കുറിച്ച്, അതുപോലെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ച്, നമ്മുടെ തോന്നലുകളെക്കുറിച്ച്, നമ്മുടെ പ്രാണനെക്കുറിച്ച്, മുഖ്യപ്രാണനെക്കുറിച്ച്, ഇന്ദ്രിയങ്ങളെക്കുറിച്ച്, ഇതിനെക്കുറിച്ച് അടിമുടിയുള്ള വിവരണങ്ങളാണ്. വ്യത്യസ്ത ഋഷിവൈദ്യന്മാരുടെ വ്യത്യസ്ത രീതിയിലുള്ള വിവരണങ്ങൾ, ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളായിട്ടും സ്വാഭാവിക വിവരണങ്ങളായിട്ടും എല്ലാം ഉപനിഷത്തുക്കളിൽ കൊടുത്തിട്ടുണ്ട്. ആ ഉപനിഷത്തുക്കളിൽ ഒന്നോ രണ്ടോ വരിയൊക്കെ എടുത്ത് സക്കീർ നായിക്കിനെ പോലെയുള്ളവരും, ജോൺ എബ്രഹാമിനെ പോലെയുള്ളവരും, കോശി എബ്രഹാമിനെ പോലെയുള്ളവരും, ചെറിയാനെ പോലെയുള്ളവരും, ഗമായേലിനെ പോലെയുള്ളവരും, MM അക്ബറിനെ പോലെയുള്ളവരും ഒക്കെ തനി തറ വിവരണങ്ങൾ നൽകുമ്പോൾ നമ്മളിൽ ഹിന്ദുക്കളിൽ ചിലർക്ക് ഇവർ പറയുന്നത് ശരിയാണോ എന്ന് തോന്നും. ആയിരക്കണക്കിന് പുസ്തകങ്ങളും ആയിരക്കണക്കിന് ആചാര്യന്മാരും ഉള്ളപ്പോൾ അവർക്ക് അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ വിവരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഇവിടുത്തെ യുക്തിവാദികൾ അവരവർക്ക് തോന്നുന്ന രീതിയിൽ ബുദ്ധിഭ്രംശം വന്നവരെ പോലെ പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നല്ല ബുദ്ധിയുള്ളവർക്ക് അവരുടെ വീക്ഷണത്തിലൂടെ പറയാൻ സ്വാതന്ത്ര്യമില്ലേ? ഇവിടുത്തെ യുക്തിവാദികൾക്ക് പട്ടി കുരയ്ക്കുന്ന മാതിരി കുരയ്ക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ മറ്റുള്ളവരും പട്ടി കുരയ്ക്കണ മാതിരി തന്നെ കുരയ്ക്കണമെന്ന് ഇവർ ശഠിക്കുന്നതാണ് ഇൻടോളറൻസ്. അവർ പട്ടി കുരയ്ക്കുന്ന മാതിരിയോ പുലി ഒച്ചയെടുക്കുന്ന മാതിരിയോ കഴുതപ്പുലി മാതിരിയോ എന്ന് വേണമെങ്കിൽ ചെയ്തോട്ടെ. ഞങ്ങൾ പറയുന്നതും ഞങ്ങൾ വിചാരിക്കുന്നതും ഞങ്ങൾ ധരിക്കുന്നതും ഒക്കെയാണ് ശരി എന്ന് പറയുന്ന ഒരു വിഭാഗം. വേറൊരു വിഭാഗം വേദത്തിലും ഉപനിഷത്തുക്കളിലും പ്രജാപതിയെക്കുറിച്ച് പറയുന്നു, യേശുക്രിസ്തുവെക്കുറിച്ച് പറയുന്നു. അപ്പോൾ വേദത്തിലും ഉപനിഷത്തുക്കളിലും യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു എങ്കിൽ ഈ ബൈബിളിൻ്റെ പുറകെ പോകേണ്ട കാര്യമുണ്ടോ? വിദേശത്തെ ഗ്രന്ഥങ്ങളുടെ പുറകെ പോകേണ്ട കാര്യമുണ്ടോ? ഇവിടെയുള്ള വേദങ്ങളും ഉപനിഷത്തുക്കളും പഠിച്ചാൽ പോരെ? അത് കൽക്കി ഭഗവാനാണ്, കൽക്കിയാണ് മുഹമ്മദ് നബി. അപ്പോൾ പിന്നെ ഇവിടെയുള്ള ബോംബെയിൽ ജനിച്ച കൽക്കിയുടെ അടുത്തേക്ക് പോയാൽ പോരെ? ഈ തനി പ്രാകൃതരായ മരുഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന 57ാമത്തെ വയസ്സിൽ 11 വയസ്സുകാരിയെ കെട്ടിയ ഈ മുഹമ്മദ് നബിയുടെ പുറകെ പോണത് എന്തിനാ? ഇവിടെ ഉണ്ടല്ലോ അതെല്ലാം. വേദത്തിൽ പ്രവാചകനെ കുറിച്ച് പറയുന്നു, വേദത്തിൽ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നു എങ്കിൽ ഇവിടെ ഈ നാട്ടിലുള്ള വേദം എടുത്താൽ പോരെ? അവിടെയുള്ള പുസ്തകം എടുക്കാൻ പോണ എന്തിനാ? ഇങ്ങനെ കുറേ പേര് പറഞ്ഞുകൊണ്ട് നടക്കാം. നമ്മുടെ പൈതൃകത്തിലെ പലതും അങ്ങോട്ട് കോപ്പി അടിക്കുക, എന്നിട്ട് അവരുടെയാണെന്ന് പറയുക. ശിവരാത്രി എന്ന് പറയുന്നത് മിശിഹാരാത്രിയാണെന്ന് പറയുക. വിജയദശമി എന്ന് പറയുന്നത് യഹോവ യേശുക്രിസ്തുവിന് അറിവ്, ജ്ഞാനം കൊടുത്ത ദിവസമാണെന്ന് പറയുക. കാവി ഉടുത്തിട്ട് ഇത് ഭാരതീയ പൈതൃകമാണെന്ന് പറയുക. എന്നിട്ട് വിളക്ക് കത്തിച്ചിട്ട് അതിൻ്റെ മുകളിൽ കുരിശു വെച്ചിട്ട് വിളക്കിനെ ക്രൈസ്തവൽക്കരിക്കുക, കൊടിമരം ക്രൈസ്തവൽക്കരിക്കുക, കാവി ക്രൈസ്തവൽക്കരിക്കുക. അങ്ങനെ ഭാരതീയ പൈതൃകത്തിലേക്ക് വരുന്നു എന്നുള്ളതിന് പകരം ഭാരതീയ പൈതൃകത്തെ ക്രൈസ്തവവൽക്കരിക്കുന്ന രീതിയിൽ ഇതെല്ലാം പറയുമ്പോൾ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ പോകുന്നതിന് പകരം പട്ടി കുരച്ചാലും കാളവണ്ടി ചന്തയിലേക്ക് പോവുള്ളൂ എന്ന് ഓർമ്മിക്കട്ടെ. ഇനി നമ്മൾ ഇപ്പം പറഞ്ഞതിനെക്കുറിച്ച് കുറച്ചുകൂടി വിവരിച്ചിട്ട് 5 തരത്തിലുള്ള ആചാരങ്ങളിലേക്ക് കടക്കുന്നുണ്ടാവും. പ്രഭാഷണ വിഷയങ്ങൾ ഒരുമിച്ചൊരു CD-യിൽ കൊണ്ടുവരാനുള്ള അപേക്ഷ അനുസരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾ ഇത് പഠിച്ച് പരമാവധി കോപ്പിയെടുത്ത് എല്ലാവർക്കും കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.